മുഖ്യമന്ത്രിയുടെ കാറിൽ താൻ കയറിയത് വലിയ അപരാധമായി എന്ന് പറയുന്നവരുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാകുന്നുണ്ടെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. ഇന്നും നിലനിൽക്കുന്ന തൊട്ടുകൂടായ്മയുടെ വൃത്തികെട്ട മുഖമാണ് വെളിച്ചത്ത് വന്നത്. ഉയർന്ന ജാതിയിൽപ്പെട്ടയാളോ ന്യൂനപക്ഷ വിഭാഗക്കാരനോ ആണെങ്കിൽ ഇങ്ങനെ ചർച്ചയുണ്ടാകില്ലെന്നും SNDP മുഖപത്രത്തിലെ ലേഖനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിജിൻ, ഈ വിഷയത്തെ അത് ജാതീയമായി ഒക്കെ തന്നെ ഉപയോഗിക്കുകയാണ് ഇപ്പോൾ നിലവിൽ വെള്ളാപ്പള്ളി. അമൃത്, തീർച്ചയായും അങ്ങനെ തന്നെ വേണം കാണാൻ. അതായത് ഈ കാര്യത്തിൽ ഈഴവനായതുകൊണ്ടാണ്, ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണ് തനിക്കെതിരെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ കയറിയതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ, വിമർശനങ്ങളൊക്കെ ഉയർത്തുന്നത്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളോ അല്ലെങ്കിൽ ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളോ ആയിരുന്നെങ്കിൽ, ഉയർന്ന സമുദായത്തിൽപ്പെട്ട ആളോ ആയിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു വിമർശനം ഉണ്ടാകില്ലായിരുന്നു. മുൻകാലത്തുള്ള ഈ ജാതീയമായ വേർതിരിവുകൾ വീണ്ടും പുകമറ മാറ്റി പുറത്തു വരുന്ന സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. അതാണ് തനിക്കെതിരായ വിമർശനത്തിൽ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. അതിൽ ഒരു പടി കൂടി കടന്ന് വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നത്, നേരത്തെ തന്നെ ഉന്നയിച്ച ലീഗിനെതിരായി, മലപ്പുറത്തിനെതിരായി ഒക്കെ ഉയർത്തിയ ആരോപണങ്ങൾ കൂടുതൽ കടുപ്പത്തോടെ വെള്ളാപ്പള്ളി തുടരുകയാണ്. എന്തായാലും അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. തത്സമയം